ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിൽ ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സ്കൂളുകളായിരുന്നു ബെറ്റർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിലെ ശ്രീമൂലം തിരുനാൾ ഷഷ്ഠ്യബ്ദപൂർത്തി സ്മാരകം വൃത്തിഹീനമായി കിടക്കുന്നതായി പരാതി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് ഈ സ്മാരകമുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്തിരിക്കുന്ന ഫലകവുമുണ്ട്. ഇവ രണ്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്നാണ് വൃത്തിഹീനമായി കിടക്കുന്നത്. ഇവ രണ്ടും നഗരസഭയുടെ പരിധിയിലുള്ളതാണ്. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ഇവയുടെ പരിപാലനം നടത്തുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തുന്നതായാണ് വിമർശനം. മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന നെൽസൺ തോമസ് ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ നെൽസൺ തോമസ് കഴിഞ്ഞ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. ഇവിടെ ഇന്ന് വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഭരണഘടനയെ ആക്ഷേപിച്ച സജി ചെറിയാനെതിരെ സത്വര നടപടികൾ സ്വീകരിക്കണം. അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി, അതായത് കീഴ്ക്കോടതിയിൽ നിന്ന് കോടതിയിലെ ഇതിന് ഉപരിയായി അദ്ദേഹത്തെ ഹൈക്കോടതി നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ശിക്ഷാർഹനാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഭരണഘടനയ്ക്കും അതോടൊപ്പം തന്നെ അവഹേളനമാണ്. ഇത് വലിയ കുറ്റമാണെന്ന് കോടതി തന്നെ കണ്ടെത്തി അദ്ദേഹത്തോട് വിചാരണ നേരിടാൻ പോലീസിൻ്റെ ഭാഗം തെറ്റാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് നമ്മൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇത് നോക്കി, ഈ സ്ഥലം ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സ്ഥലമായത്. കാരണം ഇതിന് ഇഷ്ടംപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. കാരണം ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇത്രയും ലക്ഷം രൂപ ചിലവഴിച്ച് ശ്രീമൂലം തിരുനാൾ സ്മാരകമായിട്ട് ഇവിടെ പണിയുന്നത്. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിമ ചെയ്തിട്ടില്ല, അത് പണിയാൻ വേണ്ടിയാണ് ഇവിടെ സ്ഥലം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഭരണഘടന വലിയ ഉപകാരം തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കുകയും അതിന് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പം ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇത് വായിക്കണം. പക്ഷേ ഇത് സംരക്ഷിക്കപ്പെടണ്ടേ? ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിൽക്കുന്നവരെല്ലാം നോക്കുമ്പോൾ ഇവിടെ ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതിയിരിക്കുന്നു. മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്കൻ, സോഷ്യലിസ്റ്റ് ആശയമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഈ നിയമം എല്ലാവർക്കും ബാധകമാണെന്നും അത് വിശ്വാസത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഇത് വെച്ച് താന്താൻ പാടില്ല എന്നുള്ളതും എല്ലാവർക്കും എന്നാൽ മതചിന്തകളും അവർ വിശ്വസിക്കുന്ന മതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്നൊക്കെ ആലേഖനം ചെയ്ത് വച്ചേക്കുന്ന ഈ വേർഡുകൾ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണെന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കാൻ പാടില്ല. ആ ഒരു സാഹചര്യത്തിൽ എഴുതി വെച്ചേക്കുന്ന സ്ഥലത്ത് തന്നെ, അതും പോലീസ് സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിൽ, ഇത് പോലീസുകാരെ ഏൽപ്പിക്കുന്നതായിരുന്നു ബെറ്റർ. ഇത് മുനിസിപ്പാലിറ്റി പണിതിട്ട് ഇതിൻ്റെ സംരക്ഷണം ആർക്ക് കൊടുക്കണമായിരുന്നു? പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കണം. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കി അത് ഈ കാക്ക എപ്പോഴും ഇതിനകത്ത് കാക്ക കാഷ്ടിച്ച് നോക്കി ഇത് പണിത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഉപകാരവും ഇല്ലാതായി മാറിപ്പോയി. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗവൺമെൻറ്, അതായത് മുനിസിപ്പാലിറ്റി, ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഭരണഘടനയെ അപമാനിക്കുന്നതിൽ CPM-ന് പ്രത്യേകം താല്പര്യമുണ്ട്. അത് സജി ചെറിയാൻ്റെ വാക്കുകൾ അതിനെ വിളിച്ചോതുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും ഭരണഘടനയുടെ ആമുഖം എഴുതി വെച്ച് അത് കാക്കയ്ക്ക് കാഷ്ടിക്കാനും പട്ടിക്ക് മൂത്രം ഒഴിക്കാനും ഒക്കുന്ന അവസ്ഥയിലേക്ക്, നേരെ മറിച്ച് ഇവിടെ നിയമത്തിന് ചോദ്യം ചെയ്യപ്പെടാൻ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ വേറൊരാൾ വന്ന് മനുഷ്യനിവിടെ മൂത്രം ഒഴിച്ചാൽ അത് വലിയ ഭരണഘടനാ ലംഘനവും. എന്നാൽ സംരക്ഷിക്കപ്പെടാതെ മറ്റുള്ള ഏത് ജന്തുക്കളും വന്ന് ഇവിടെ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ തൂറുകയോ ഒക്കെ ചെയ്താലും ഇവിടെ പ്രശ്നമില്ലാത്ത അവസ്ഥയായി. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഒന്നുകിൽ ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മേൽക്കൂര കെട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു ശ്രീമൂലം തിരുനാളിൻ്റെ ഒരു പ്രതിമ വെച്ചുകൊണ്ട് ഇതിനെ കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ചെയ്യുക. അത് മുനിസിപ്പാലിറ്റി അതിനകത്ത് മുൻകൈയെടുക്കുക. ഇത് മുനിസിപ്പാലിറ്റി ഭരണഘടനയോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. മുനിസിപ്പാലിറ്റി ചെയർമാൻ ഇന്ന് തന്നെ വന്ന് ഇത് ക്ലീൻ ചെയ്യേണ്ട, ചെയർമാൻ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ വന്ന് ഇത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കൊട്ടാരക്കര ഗണപതി അമ്പലം. ഇപ്പോൾ ശബരിമലയൊക്കെ ആയതുകൊണ്ട് ദിവസം എത്ര പേര് ഇവിടെ വരും? ഏകദേശം 10-20,000 പേര് കയറി ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഇതിന് അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലത് അന്ന് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കവാടമാക്കി മാറ്റുന്ന രീതിയിലോ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവായിട്ട് ചെയ്താലും മതിയായിരുന്നു. ഇങ്ങനെ ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിൽ ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സ്കൂളുകളായിരുന്നു ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ആമുഖം ഇതുപോലെ ആലേഖനം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുറേ കൂടെ ബോധവാന്മാരായി മാറും. അതിനെ സംരക്ഷിക്കാൻ കുഞ്ഞുങ്ങൾ തയ്യാറാവും. കൊട്ടാരക്കര റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ കൊട്ടാരക്കരയിൽ റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന സമയത്ത് നമുക്കിവിടെ കൊണ്ടുവന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. ഈ സ്ഥലത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. അത്തരത്തിലൊക്കെ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭരണഘടനയോടുള്ള ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ പെരുമാറ്റത്തിന്, ഇത്തരത്തിൽ ഉള്ള ആമുഖം പോലെ എഴുതി വെച്ചിട്ട് അതിൽ കാക്ക തൂറുന്നതിനും പട്ടി ഒക്കെ കാഷ്ടിക്കുന്നതിനുള്ള അവസരത്തിലേക്ക് കൊണ്ടുവരാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ
അവരത് ഉറപ്പായിട്ടും ഇത് ദേവസ്വം ബോർഡിന് അങ്ങനെ കൊടുത്ത് ഒരു സംരക്ഷണാവകാശം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുക. ഇതിനെതിരെ ഇങ്ങനെയുള്ള ഇതിന് യഥാർത്ഥത്തിൽ അത് മുനിസിപ്പാലിറ്റിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടത് തന്നെയാണ് അനിവാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എല്ലാവരും വരുന്നത് സ്കൂൾ കുട്ടികൾ മാത്രമല്ല, ഇവിടെ ഈ പറയുന്ന ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ള സ്ഥലമല്ലേ കൊട്ടാരക്കര ഗണപതി അമ്പലം എന്ന് പറയുന്നത്. അതിനെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ചുമതലയാണ്, എൻ്റെയും ചുമതലയാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി തന്നെ അത് കാത്ത് പരിപാലിക്കേണ്ടതാണ്. കത്തുന്നതൊന്നുമല്ല, ഇതൊന്നും കത്തിക്കാൻ ആളില്ലല്ലോ, അതൊക്കെ ഓട്ടോമാറ്റിക്കലി കത്തേണ്ടതാണ്. സോളാർ സിസ്റ്റം വെച്ച് തന്നെ സിസ്റ്റം ചെയ്യേണ്ടതാണ്. ഇത് എല്ലായിടത്തും വെക്കണമെന്ന്, ഇവിടെ എല്ലാം ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ളതാക്കി മാറ്റാനുള്ള മുൻകരുതൽ ഇനിയുള്ള കാലങ്ങളിൽ അത് ചെയ്യാൻ നമ്മുടെ മുനിസിപ്പാലിറ്റി തയ്യാറാകട്ടെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.